ദേ അമ്മയുടെ മകനെത്തി. ഊണ് കഴിക്കാൻ വരാറില്ലെന്ന് പരാതിയായിരുന്നല്ലോ. നിനക്കത് ക്ലാസ് അല്ലേ? പോയില്ല, നല്ല സുഖമില്ല. ആര് പറഞ്ഞു? അമ്മ പറഞ്ഞോ? ഓരോ കള്ളത്തരം പറഞ്ഞിരുന്നോളും. ഇങ്ങനെ കടിച്ചു കയറാനാണെങ്കിൽ ഉണ്ണാൻ വരണ്ടായിരുന്നു. ഞാൻ വരുമെന്ന് നീ പ്രതീക്ഷിച്ചില്ല അല്ലേ? സാരല്ല, ഒരു ദിവസത്തേക്ക് ഞാൻ ക്ഷമിച്ചിരിക്കുന്നു. രണ്ടാളും കൂടി വഴക്കുണ്ടാക്കിയത് മതി. ഒന്ന് ഊണ് കഴിക്കേ. അമ്മ, ആ പള്ളിക്കൂടം കളി ആദ്യം കഴിക്കട്ടെ. ഞാനൊന്ന് പോയി റെസ്റ്റ് എടുത്തിട്ട് വരാം. ആഹാ, ഉറങ്ങാൻ പോയാലോ ഇവിടെ വന്നിരിക്ക. എന്നാ ഒന്ന് ഊണ് കഴിക്കേ. അമ്മേ, ഒന്നുമില്ല, വെറുതെ വിളിച്ചതാ. നീ എന്താ വല്ലാണ്ടിരിക്കണേ? സുഖമില്ലേ നിനക്ക്? അമ്മ പോയിക്കോ, ഞാൻ വരാം. അമ്മേ, എന്തിനാടാ ഇങ്ങനെ വിളിച്ചോണ്ടിരിക്കണത്? കാര്യം എന്തെങ്കിലും ഉണ്ടെങ്കിൽ പറ. ഇവിടെ ആരെങ്കിലും വന്നിരുന്നോ? ഇവിടുന്ന് പോകുന്നവര് വരുന്നതല്ലാതെ പിന്നെ വേറെ ആര് വരാനാ? സവിതയെ പെണ്ണ് കാണാൻ ഒരു കൂട്ടര് വരാന്ന് പറഞ്ഞു. അവള് ഹോസ്റ്റലിലായതുകൊണ്ട് ശനിയാഴ്ച വരാൻ പറഞ്ഞു. വെള്ളിയാഴ്ച വൈകിട്ട് അവളിവിടെ എത്തുമല്ലോ. വാടാ, വന്ന് ഊണ് കഴിക്ക്. എനിക്ക് വിശക്കണു. വാ. ചേട്ടാ, ഇന്നിവിടെ ഒരു സംഭവം ഉണ്ടായി. ഗോവിന്ദമാമ വന്നിരുന്നു. അമ്മയായിട്ട് വഴക്കുണ്ടാക്കി. പിന്നെ കുറെ നേരം ചേട്ടന്റെ മുറിയിലും കയറി കിടന്നു. ഗോവിന്ദമാമ വന്ന കാര്യം എന്താ എന്നോട് പറയാതിരുന്നു? അത് പിന്നെ അത്ര സന്തോഷമുള്ള കാര്യമില്ലാത്തോണ്ട് പറയാതിരുന്നതാ. വെള്ളം അടിച്ചിരുന്നു. നീ ഇരിക്കേ. നിന്റെയും നളിനിയുടെയും കല്യാണക്കാര്യം പറഞ്ഞ് എന്റെ നേരെ കുറെ ചാടിക്കേറി. പിന്നെ ആളെ കണ്ടില്ല. അപ്പോഴാ കവിത പറഞ്ഞത് നിന്റെ മുറി കയറി കിടപ്പുണ്ടെന്ന്. ഊണ് കാലായപ്പോഴേക്കും വിളിക്കാൻ ചെന്നു. അപ്പോഴേക്കും ആള് സ്ഥലം വിട്ടു. നീ കഴിക്കേ. ഈ വണ്ടി കൊണ്ട് നടന്ന ആരോ വന്ന് തല കൊയ്ത് കളയും, മറ്റേത് കളയുന്നൊക്കെ നീ അല്ലേ വിളമ്പിയത്? എന്നിട്ടിപ്പോ എന്തായി? ഇത് വന്നതിന് ശേഷം എനിക്ക് ഭാഗ്യമാണ്. ഇതിനേക്കാൾ ചീപ്പായിട്ട് 2 വണ്ടി കൂടെ കിട്ടി. അതും ഇതിന്റെ ഓണർമാരുടെ കയ്യിൽ നിന്ന് തന്നെ. ഞാനും അവന്മാരും തമ്മിൽ ഇപ്പൊ ഭയങ്കര കമ്പനിയാ. പിന്നെ ഇന്നാണെങ്കിൽ അപ്രതീക്ഷിതമായി ഇത്തിരി കാശും കിട്ടി. ഇത്തിരി എന്ന് പറഞ്ഞാൽ ഇത്തിരിയൊന്നും അല്ല, ഇമ്മിണി കൂടുതലുണ്ട്. അതിൽ നിന്ന് എടുത്ത 2 വണ്ടി വാങ്ങിച്ചു. എടേ, എന്റെ മുല്ലം പൂക്കും. നിന്റെ ത്രിമൂർത്തിയുടെ അപ്പുറത്ത് ഞാൻ ഏകമൂർത്തിന്റെ ഒരെണ്ണം തുടങ്ങും. നോക്കിക്കോ. സത്യം പറയണ, എവിടെ കൊണ്ട് കുടിച്ചിട്ടടാ പണം? മുട്ടടിച്ചോടാ രാസ്കൽ. സത്യാണോ നീ പറയുന്നേ? കള്ളാണെങ്കിൽ അമ്മ ഒന്ന് നോക്ക്. വാ. ആഹാ, എന്റെ മോൻ ഈ വഴിയൊക്കെ മറന്നു കാണുമെന്ന് കരുതി. നീ മാത്രമേ ഉള്ളോ? നാത്തൂനും കൊച്ചാട്ടനും ഒന്നും വന്നില്ലേ? അമ്മാവനെവിടെ? കണ്ട,
രക്തബന്ധം രക്തബന്ധം തന്നെ. നമ്മളൊക്കെ അന്യര് അല്ലേ മക്കളെ? ദേ നിങ്ങളുടെ അനന്തരവും വന്നിട്ടുണ്ട്. നിനക്ക് ഞങ്ങളെ വേണ്ടെങ്കിലും ഞങ്ങൾക്ക് നിന്നെ വേണമല്ലോ. ഞാൻ ചായ എടുക്കാം, നിനക്ക് പ്രിയപ്പെട്ട പലഹാരം ഉണ്ടാക്കാം, ഉണ്ണിയപ്പം. സാജേട്ടന്റെ മുഖത്തെന്താ കടന്നലൂത്തിയോ? വലിയ ചാടയാണെങ്കി പോ. എണിക്കണ്ട ഇരിക്കി. അത്ര വലിയ ബഹുമാനമൊന്നും നിനക്ക് എന്നോടില്ലെന്ന് എനിക്കറിയാം. പിന്നെ ഒരാൾക്ക് ഭാഗ്യം വരുമ്പോ ശത്രു മിത്രമൊക്കെ ഒത്തുകൂടുവന്ന് കേട്ടിട്ടുണ്ട്. ആ എന്നാ നീ ഇരി, ദൂരം ഒത്തിരി ഉണ്ടേ. സമയത്തിന് അവിടെ എത്തണം. ഒരു കച്ചവടം ഉറപ്പിക്കാനുള്ളതാ. ലക്ഷങ്ങളുടെ ഏർപ്പാടാണേ. നിന്റെ അമ്മാവ് റബ്ബർ തോട്ടം വാങ്ങാൻ പോവാ. കാശ് എവിടുന്നാന്നൊന്നും ഞങ്ങൾക്കറിയില്ല. ചോദിച്ചാ ദേഷ്യപ്പെടും. ഞാനും അമ്മയും നിർബന്ധിച്ച് ചോദിച്ചതാ. അപ്പൊ പറയാ കളഞ്ഞു കിട്ടിയതാന്നു. അച്ഛൻ കാറും ബുക്ക് ചെയ്തിട്ടുണ്ട്, 12 ലക്ഷത്തിന്റെ. ഒറ്റ നോട്ടത്തിൽ ഇവിടെ കാണുന്ന ഫിംഗർ പ്രിന്റ്സ് എല്ലാം ഒരേപോലെ തന്നെയാ. ഒരു വിശാലം കുറിക്കാൻ എന്തെങ്കിലും എടുക്ക്. വല്ല അണ്ടിപ്പരിപ്പോ കപ്പലണ്ടിയോ എന്തെങ്കിലും. ഇനി നിനക്ക് സംശയമുള്ള ആളിന്റെ ഫിംഗർ പ്രിന്റ്സ് കൂടി കാണണം. എന്താടാ ഇഷ്യൂ? അത് പിന്നെ പറയാം. ആളിവിടെ ഉണ്ട്, ഞാനിപ്പോ കൊണ്ടുവരാം. നീ അങ്ങോട്ട് വന്നതുകൊണ്ട് മാത്രം അമ്മാവൻ ഇങ്ങോട്ട് വന്നത്. അല്ലെങ്കിൽ അന്നത്തോടെ വരവ് നിർത്തിയനെ. അമ്മാവന്റെ ഉള്ളിൽ എന്തൊക്കെയോ ഉണ്ട്. എല്ലാം കൂടെ ഒഴിച്ചു കുടിച്ചിട്ട് വിളിച്ചു പറയാതിരുന്നാ നല്ലത്. നീ കുടിക്കോടെ. ബഹുമാനൊക്കെ അവിടെ ഇരിക്കട്ടെ, കുടിക്കൊക്കെ പറ. കുടിച്ചിട്ടില്ല, ഇന്ന് കുടിക്കാം. അമ്മാവനാ ഗുരു. ഓ, അതുകൊണ്ട് അമ്മാവൻ കുടിച്ച ഗ്ലാസ് തന്നെ കുടിക്കാം. അതന്നെ വേണോ? വേറൊരു ഗ്ലാസ് ആയിക്കൂടെ? എന്റെ ഒരാഗ്രഹം. എനിക്കും ചില ആഗ്രഹങ്ങളൊക്കെ ഉണ്ട്. അതൊന്നും ഞാനിപ്പോ പറയുന്നില്ല. എന്തായാലും നിന്റെ ആഗ്രഹം ഞാൻ സാധിപ്പിച്ചു തരാം. സകല ദൈവങ്ങളെയും വിളിച്ച് പ്രാർത്ഥിച്ച് ഐശ്വര്യമായിട്ട് തുടങ്ങും. വേണ്ട, വെള്ളം ഞാൻ ഒഴിച്ചോളാം. ഓ, അമ്മാവന്റെ മുമ്പിലിരുന്ന് ബഹുമാനം കൊണ്ട് എനിക്ക് കുടിക്കാൻ പറ്റണില്ല. ഞാനങ്ങ് മാറിന്ന് കുടിച്ചോളാം. ചവയ്ക്കാൻ. ഓ വിശാലം, ഒരു ഗ്ലാസ് കൂടി എടുത്തേ. ഗ്ലാസിൽ കണ്ട അടയാളവും കട്ടിലിൽ കണ്ട അടയാളം സെയിം ആണ്. ശരിക്കും എന്താണ് നിന്റെ പ്രശ്നം എന്ന് പറഞ്ഞാലേ കൃത്യമായി ഹെൽപ്പ് ചെയ്യാൻ പറ്റും. ശരിക്കും എന്താണ് നിന്റെ പ്രശ്നം? എനിക്കറിയേണ്ടത് ഈ മുറിയിൽ എല്ലായിടത്തും കണ്ട വിരൽപ്പാടും ഈ ഗ്ലാസ്സിലെ വിരൽപ്പാടും ഒന്നാണോ എന്നാണ്. അതാണോ? അതെ. അപ്പൊ നീ വിട്ടോ, ബാക്കി ഞാൻ മാത്രം ചെയ്യേണ്ടതാ. ഞാൻ ഹെൽപ്പ് ചെയ്യാടാ. വേണ്ടടാ, നീ പൊക്കോടാ. അപ്പൊ എന്നെ കൊണ്ട് വിചാരിച്ചാലും നീ സാധിച്ചല്ലോ. എന്നാ ഞാൻ പോട്ടെ.